Hello guys, welcome to my YouTube channel. Guys, welcome to my YouTube channel. ഇതൊക്കെയല്ലേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ബെൽ ബട്ടണും കൂടി അമർത്താം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൽ എന്താണെങ്കിലും കമന്റ് ഇടാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എനിക്കൊരു കാര്യം പറയണം, നിങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ്. കുറച്ച് സൗണ്ടൊക്കെ ഇതിൽ കൂടി പോവും, കാരണം റോഡ് സൈഡ് ആയതുകൊണ്ടാണ്. ഹലോ ഗൈസ്, അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കണം, നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. കാര്യങ്ങൾ കേട്ടിട്ട് അറിഞ്ഞിട്ടും എനിക്ക് കുറച്ച് രീതിയിൽ വിഷമം ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. എന്നെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് എനിക്കറിയാൻ നല്ലൊരു താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കുറച്ച് എന്നെ പറ്റി കുറച്ച് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താന്ന് ഒന്ന് കമന്റ് ഇട്ടാൽ കുറച്ചും കൂടി എനിക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് എൻ്റെ വിഷമം എന്നുള്ളതിലേക്ക് കിടക്കാം. ഓക്കെ, കമോൺ. അപ്പോൾ എൻ്റെ വിഷമം പറച്ചിലിൽ, എൻ്റെ സങ്കടം പറച്ചിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കത്ര വലിയ വിഷമം, നല്ല വലിയ വിഷമമല്ല, പക്ഷെ എനിക്കത് കേട്ടപ്പോൾ വിഷമമായിട്ടുണ്ട്, വിഷമം ആവാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒന്ന് കണ്ട് പരിചയം ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴി മാത്രമായിരിക്കും. ഞാൻ അതിൽ വീഡിയോസ് ചെയ്യണോണ്ടും പിന്നെ വീഡിയോസ് ചെയ്യണോണ്ട് മാത്രം. അപ്പോൾ ആ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് വന്ന കുറച്ച് നെഗറ്റീവ്സ് ആണ്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ആണ്, ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് മാത്രമേ ഈ സജഷന് വരുള്ളൂ. അതായത് വീഡിയോസ് ആണെങ്കിലും എന്താണെങ്കിലും. ഇപ്പോൾ ഞാൻ യൂട്യൂബിലും ഇടുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കരുതിയിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് വരുന്നൊരു കമൻ്റാണ്, ഇപ്പോൾ വൈഷ്ണവി ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ, കല്യാണം കഴിഞ്ഞാണോ, എന്താ നിങ്ങൾ ഇന്റർകാസ്റ്റ് ലവ് മാരേജ് ചെയ്തു, ഇപ്പൊ എൻ്റെ താത്തയുടെ കുട്ടി അതിന്റെ ഇടക്ക് എൻ്റെ അടുത്ത് ഉണ്ടാവുമ്പോ നിങ്ങൾക്ക് കുട്ടിയുണ്ടോ, അങ്ങനത്തെ ഒക്കെ ഉള്ള ചോദ്യം. അതൊന്നും എന്നെ അത്ര ബോധറായിട്ടില്ല. കാരണം നിങ്ങൾ കമന്റ് ഇടുന്നതാണ്, നിങ്ങൾക്ക് അറിയില്ല ഞാൻ ആരാണെന്ന് അറിയില്ല. അപ്പൊ സ്വാഭാവികം ആയിരിക്കുമല്ലേ എന്ന് തോന്നിയേക്കാം. അതിലല്ല എനിക്ക് പ്രശ്നം. എനിക്ക് ഒരു ഹർട്ട് ഫീലും ഒക്കെ ആയത് ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് 1-2 അല്ല, കുറച്ച് ഇൻസിഡൻസ് ഞാൻ പറയാം. ഇൻസിഡൻസ് അല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരൊറ്റ കണ്ടന്റേ ഉള്ളൂ. അതായത് എൻ്റെ ഫ്രണ്ട്സ്, അതായത് എൻ്റെ നല്ല ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മാരേജോ എന്തെങ്കിലും ഹൗസ് വാമിങ്ങോ എന്തെങ്കിലും പോകണമെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് എന്നെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നെപ്പറ്റി എന്തെങ്കിലും ഒരു ടോക്ക് വരുമ്പോൾ എന്നെ എടുത്ത് കാണിച്ചു കൊടുക്കും, ഇതാണ് അവൻ, ഇതാണ് ഫ്രണ്ട്, ഇതാണ്. അപ്പോൾ അവര് നേരെ ഇവരോട് പറയാം, ഇതാ മറ്റവനല്ലേ, ഇവനാ മറ്റേ മൊത്തം ഫ്ലേർട്ടിങ് അല്ലേ, ഇവന്റെ കണ്ടാലറിയാം, വീഡിയോസിലും മൊത്തം കണ്ടാലറിയാം, ഇവൻ കുറെ ഗേൾസ് പ്രൊഫൈലുണ്ട്, ഇപ്പം ഫുൾ ഫ്ലേർട്ടിങ്, ലൈക്ക് പ്ലേ ബോയ് കൈൻഡ് ഓഫ് മാൻ ആണ്. അങ്ങനത്തെ ഒരു സംസാരമാണ് അവിടെ ഉണ്ടാവുക. അത് ആ ഫ്രണ്ട്, ഇപ്പൊ എന്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിനോടാണ് ഇവരിത് പറയാ. അപ്പൊ അവരെന്തായാലും എന്നോട് വന്നിത് പറയും. അപ്പൊ എനിക്കൊരു മാനസികമായിട്ടൊരു ഫീൽ ഉണ്ടാവും. ആദ്യത്തെ പ്രാവശ്യമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഫസ്റ്റ് ടൈം അല്ലേ, എന്നെ അറിയാത്തവരല്ലേ, ഓക്കെ പ്രൊഫൈല് കണ്ട ആരായാലും ഇങ്ങനെ ചിന്തിക്കാം, സ്വാഭാവികം. പക്ഷെ അത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ പോയി വരുമ്പോഴും അവരിങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടി നിന്റെ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്, ഇങ്ങനെയല്ലാന്ന്, വീഡിയോസ് അല്ല ജീവിതം, സോഷ്യൽ മീഡിയ അല്ല ജീവിതം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി, ഇതൊക്കെ കണ്ടന്റ് ആണെന്ന് ഇത് മാത്രം എടുക്കുകയാണ്. പക്ഷെ അത് ആൾക്കാർക്ക് മനസ്സിലാവണില്ല. എന്താണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒന്നും വിശ്വസിക്കരുത്. ഈ കാണുന്നതല്ല, ഈ എല്ലാം കോണ്ടന്റ് ആയിരിക്കും. ഇപ്പൊ എന്തിനാണെങ്കിലും, ഇപ്പൊ ഡെയിലി സ്കിൻ കെയർ വീഡിയോ എന്ന് പറഞ്ഞ് ചെയ്യണ ഒരാള് ഡെയിലി അതൊന്നും ചെയ്തിട്ടാവൂലായിരിക്കും പുറത്തിറങ്ങുന്നത്. ജസ്റ്റ് ആ വീഡിയോക്ക് എങ്ങനെയാണ് വേണ്ടത് അതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഇപ്പോൾ എൻ്റെയും ആരുടെ കൂടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയും സ്റ്റോറി കണ്ടെന്ന് വെച്ചാൽ ആ സ്റ്റോറിയിൽ അപ്പോഴുള്ളൊരു ഹാപ്പി മൊമെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഉള്ളിൽ ഞാൻ ഹാപ്പി ആയില്ലായിരിക്കാം. ജസ്റ്റ് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും തലകയറ്റി വെച്ച് വിശ്വസിക്കരുത് ഒന്നും. പിന്നെ ഞാൻ എൻ്റെയും വൈഷ്ണവിയുടെയും ഇതിൽ വന്നെയാണെങ്കിൽ, കോൺട്രവേഴ്സി വന്നെയാണെങ്കിൽ ഫുള്ളും ഇന്റർകാസ്റ്റ് മാരേജ്, ലവ്. ഞാനും
മുസ്ലിമായ ഞാനും ഹിന്ദുവായ അവളും ഭയങ്കര ലവ്. ഇതാണ് നിങ്ങൾ ആൾക്കാരെടുത്തേക്കുന്ന ഒരു ഇത്, ടോട്ടലി വന്നിരിക്കുന്ന ഒരു ഇത്. അപ്പോൾ അതില് എൻ്റെ വിജയം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നി ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ലവ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ആക്ടിങ് ആയിരിക്കും എന്ന് ചിന്തിച്ചൂടെ? ഞങ്ങൾ അത്രയും ഒരു ഇതാണ്. ഞങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ ഒന്നുമല്ല, നേരിട്ട് കണ്ട ഒരാൾക്ക് എന്തായാലും മനസ്സിലാവും ഞങ്ങളെ എങ്ങനെ പോവാണെന്ന്. അത് ഒന്ന് വൈഷ്ണവിയുടേത്. ഞാൻ അതിനു മുമ്പ് വീഡിയോ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ടിക്ടോക്ക് ബാൻ ചെയ്ത് പക്ഷെ ടിക്ടോക്കിൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ടിക്ടോക്ക് ബാൻ ചെയ്ത് റീൽസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ശ്രീലക്ഷ്മി. അവളായിട്ട് വീഡിയോ ചെയ്ത് തൊട്ട് പെയർ വീഡിയോസാണ് ഞങ്ങൾ ചെയ്യുന്നത്. തൊട്ട് ഇപ്പൊ വരേക്കും ആൾക്കാർ നെഗറ്റീവായിട്ട് എടുക്കുന്ന സംഭവം, നെഗറ്റീവല്ല, ആരായിട്ട് വീഡിയോ ചെയ്താലും ഇവര് ലൈനായിരിക്കും, ലവ് ആയിരിക്കും. എന്താണത്? ജസ്റ്റ് ഞങ്ങൾ ആ ഡയലോഗിന് വേണ്ടി, ഡയലോഗ് ഇനി ഒരു ആണിന്റെ കൂടെ എടുക്കാൻ പറ്റുമോ? ഇനി ആണിന്റെ കൂടെ എടുത്താലും നിങ്ങൾ അപ്പോഴും റിലേഷനിൽ ലവ് എന്ന് പറഞ്ഞൂടെ? ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ കുറച്ച് കാറ്റഗറി ആൾക്കാരാണ്. ഒന്ന് അവരുടെ എന്റർടൈൻമെന്റ്, സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നവര്. ഒന്ന് അതിലൂടെ ഏൺ ചെയ്യണവര്. പിന്നീടുള്ള വിഭാഗം ഈ കണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്യുന്നവരും. പിന്നെ ജീവിതമേ കണ്ടന്റ് കാണിച്ച് വീഡിയോ ചെയ്യുന്നവരും. അതായത് ജീവിതം ഉള്ളു തുറന്ന് ഈ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ വന്ന് കമന്റ് മെസ്സേജ് ഇടാൻ പറ്റിയ ടൈപ്പ് വീഡിയോ ചെയ്യുന്നവര്. ഞാൻ അങ്ങനത്തെ വിഭാഗക്കാരനല്ല. ഞാൻ എൻ്റെ ജീവിതം സോഷ്യൽ മീഡിയ ഒന്നും അത്ര ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടില്ല. എൻ്റെ ഒരു ഫാമിലിയിൽ ഒരു ഹാപ്പി മൊമെന്റ്സോ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഒരു ഹാപ്പി മൊമെന്റ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റോറിയിൽ, ഫോട്ടോയിലോ, ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോയിലോ ഒതുക്കാറുണ്ട്. അല്ലാതെ ഈ കുടുംബ പ്രശ്നം, കുടുംബത്തിലെ സന്തോഷം നമുക്ക് കാണിക്കാം ഓഫ് കോഴ്സ്. കാരണം നമുക്ക് സന്തോഷം, നമ്മുടെ ഉള്ളിലും ഈ കാണുന്നവർക്കും ഒരു ഇതുണ്ടാക്കല്ലേ, പോസിറ്റീവ് എനർജി ഉണ്ടാക്കല്ലേ. അപ്പോൾ നമുക്ക് സന്തോഷം കാണിക്കാം. പക്ഷെ അതേ സാധനം തന്നെ നെഗറ്റീവിലോട്ട് വരുമ്പോൾ അവർ ആ സന്തോഷം കാണിച്ചത് നമ്മൾ ഈ വ്യൂവേഴ്സ് നെഗറ്റീവിലോട്ട് എടുക്കുന്നുണ്ട്. ഫോർ വാട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് കണ്ടന്റ് ആണ്, എല്ലാം കിട്ടും, ഓക്കെ. പക്ഷെ ജീവിതം തുറന്നടിച്ച് ഈ ഭൂലോക തോൽവി ആയിരിക്കുന്ന ഒരാളായിരിക്കും ജീവിതത്തിൽ ഫുള്ള് ഫെയിലിയർ മാത്രം ഉണ്ടായിട്ട് ഒരാളായിരിക്കും അവരുടെ കമന്റിൽ നിനക്ക് എങ്ങനെ തന്നെ വേണം, ഇതിലും ഭേദം ഒന്നും വരാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടണത്. കാരണം അവനവന്റെ വീട്ടിലെ ദാരിദ്ര്യം മാറ്റിയിട്ട് പോരെ മറ്റുള്ളവരുടെ വീട്ടിലെ പട്ടിണി മാറ്റല്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം എന്റെ നെഗറ്റീവ് കമന്റ്സിനോടുള്ള എന്റെ റിയാക്ട് അല്ല. നെഗറ്റീവ് കമന്റ് ഓക്കെ. ഇപ്പൊ നിങ്ങള് ഒരാളുടെ വീഡിയോയിൽ നെഗറ്റീവോ പോസിറ്റീവോ കമന്റ് ഇട്ടാ അയാളുടെ വീഡിയോ എന്തായാലും റീച്ച് കിട്ടും. ഞാൻ അതുകൊണ്ട് കമന്റ് എനിക്ക് പ്രശ്നമല്ല. പിന്നെ അടുത്ത എനിക്ക് പറ്റിയിട്ടുള്ള കോൺട്രവേഴ്സി, ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയത്, ഞാൻ ആമി അശോകന്റെ നല്ല ഫ്രണ്ടാണ്. ആമി അശോകിന്റെ കൂടെ ഇതേപോലെ കപ്പിൾസ് റൊമാൻറ്റിക് അല്ലെങ്കിൽ അങ്ങനെയാണ് വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ ഇതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞത്, ഇത് ആമി അശോകിന്റെ മറ്റവനല്ലേ, ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താന്ന് പോലെ അറിയില്ല, പക്ഷെ ജസ്റ്റ് എന്നാ അഭിപ്രായം പറയണം. അങ്ങനത്തെ ഒരു രീതിയാണ്. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞിട്ടാണ് നിങ്ങൾ കുറ്റം പറയണമെങ്കിൽ എനിക്ക് ഓക്കെ, നിങ്ങൾ പറഞ്ഞു, കാരണം എന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടായോ അല്ലെങ്കിൽ മിസ് മാച്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആ കമന്റ് അല്ലെങ്കിൽ എന്നെ പറ്റി കുറ്റം പറയാം, അതും ഓക്കെ. പക്ഷെ ഒന്നും എന്നെപ്പറ്റി ഞാൻ ആരാ, എൻ്റെ പേര് മാത്രം, പേരും എൻ്റെ മുഖവും ജസ്റ്റ് 2 വീഡിയോസും കണ്ട് മാത്രം ഈ നെഗറ്റീവ് പറയുന്നത്, അതും എൻ്റെ ഫ്രണ്ട്സിനോട്. നിങ്ങൾ എത്ര വലിയ ബോധമില്ലായ്മയായി കാണിക്കണത്. ആ ഫ്രണ്ട്സ് എന്തായാലും എന്നോട് പറയൂലേ. എനിക്ക് സത്യം പറയാം, എനിക്ക് എത്ര ഫുള്ള് നെഗറ്റീവ്സ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇതെന്റെ ഫ്രണ്ടിനോട് പറയുമ്പോഴുള്ള എൻ്റെ ഫ്രണ്ടിന്റെ അവസ്ഥ, അയ്യോ അവര് ഇവിടെ കിടന്ന് നെടുവീർപ്പ് വരും. അത് എന്നോട് പറയുമല്ലോ. അപ്പൊ ആദ്യമൊക്കെ ഞാൻ വളരെ ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഏതാണ് ആ തെണ്ടി ഫ്രണ്ട് വിളിക്ക്, അങ്ങനെയാണ് ഇപ്പൊ റിയാക്ട് ചെയ്യുക. കാരണം എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. നമ്മൾ ഇതേപോലെ തന്നെയല്ലേ ഫിലിം ആക്ടേഴ്സും ആരെ പറ്റിയാണെങ്കിലും
കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും നമ്മൾ വെറുതെ നമുക്ക് കേൾക്കാൻ, അവരെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുള്ളത് എന്താ, അത് നമ്മൾ ജസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി പറയാണ്. എന്താ അത്? പിന്നെ എൻ്റെ ഫ്രണ്ട് ആമി അശോക് ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെന്റ് കോൺട്രവേഴ്സിയാണ് ഇത്. ആമേഷുവിന്റെ മെറ്റവനല്ലേന്ന്. ശരിയാണ്, ഞങ്ങൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആമേഷുവിന്റെ മെറ്റവനും ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം? വീഡിയോസിന്റെ കണ്ണിലൂടെ മാത്രം എടുക്കുക. ഇപ്പൊ എന്റെ വീഡിയോയും ഞാനിപ്പോ ആരുടെ കൂടെ, ഏത് ഗേളിന്റെ ബോയിന്റെ കൂടെ വീഡിയോ ചെയ്താലും എന്താണ് ആ വീഡിയോയിലുള്ളത്? അത്ര നിങ്ങൾക്ക് നല്ല ടച്ച് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു കണക്റ്റ് ഫീലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കഴിവിനെ പ്രശംസിച്ചാൽ പോരെ. എന്തിനാണ് ജസ്റ്റ് ഇവർ ഇങ്ങനെ ഒറിജിനലി ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യണത്. ശരിയാണ്, പണ്ട് ഈ ടിക്ടോക്ക് ഉണ്ടായിരുന്ന ടൈമിൽ കുറച്ച് കാറ്റഗറി ആൾക്കാർ വിഷമിക്കുമ്പോൾ, കരയുമ്പോൾ വീഡിയോ ചെയ്ത് ഓണാക്കി ഇങ്ങനെ കരയാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിങ്ങനെ പറയണത്. ശരിയാണ്, പക്ഷെ അതെല്ലാവരും ആ കണക്കിൽ കൂട്ടരുത്. എനിക്കൊന്നും വിഷമിക്കുമ്പോഴോ കരയുമ്പോഴോ ആ വീഡിയോ ഒന്നും ഓണാക്കി ഞാൻ വെച്ച് കരയാറില്ല. അഭിനയിക്കണം അല്ലെങ്കിൽ വീഡിയോക്ക് വേണ്ടി ഈ സീൻ വേണം എന്ന് ഓർക്കുമ്പോൾ മാത്രമായിരിക്കും കരയാം. അതും ഞാൻ ഒറിജിനലി കരയണതല്ല, ഇങ്ങനെ മറ്റേ വിക്സ് ഇവിടെ ഇങ്ങനെ തേച്ച് അതിന്റെ ഗ്യാസ് കൊണ്ട് കരയണതാണ്. അതേപോലെ തന്നെയാണ്, എല്ലാം ഫേക്കാണ്. ഇപ്പൊ റൊമാൻറ്റിക് ആണെങ്കിലും, ഇപ്പൊ ഞാനും വൈഷ്ണവിയുള്ള ഒരു കെമിസ്ട്രി അല്ല ഡയലോഗ് പറഞ്ഞ സീനാണെങ്കിലും അത് ഞാൻ കുറെയൊക്കെ ഷോർട്സിൽ ബ്ലൂപ്പർ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നോർമലായി. ഞങ്ങള് ജസ്റ്റ് ആ പാട്ട് വരാ അല്ലെങ്കിൽ ആ ഡയലോഗ് വരാ, അതിനു വേണ്ടി മാത്രമേ ഉള്ളൂ. വൈഷ്ണവി ആയാലും ആമി ആയാലും വേറെ ഇനി വരാൻ പോകുന്ന ആൾക്കാരിലും എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഇത്രയും വേവലാതിച്ച് എന്നെ കുറിച്ച് നെഗറ്റീവിലി ഇതാക്കണ്ട. കാരണം ഇതിപ്പോ ഞാൻ ടോട്ടലി നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടിയിട്ട വീഡിയോ ആണ്. കാരണം കുറെ പേര് ഞാൻ പറഞ്ഞില്ലേ, കമന്റിലാണെങ്കിൽ എൻ്റെ അടുത്തോ അല്ലെങ്കിൽ എന്നോട് പോലും ചോദിക്കാതെയാണ് എൻ്റെ കാര്യങ്ങൾ നല്ലോണം അറിയാം. എൻ്റെ പാരൻസിനും ഫ്രണ്ട്സിനും അറിയാത്ത കാര്യങ്ങൾ പോലും അവർക്കറിയാം എന്നുള്ള മട്ടിലാണ് അവര് സംസാരിച്ച ആൾക്കാരോട് പറയണത്. സോ നിങ്ങളും അങ്ങനെ കൂട്ടത്തിലുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് വീഡിയോസ് ഓൺലി. എന്നോടൊന്ന് സംസാരിച്ച് ഒന്ന് കമ്പനി ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയുള്ള ഒരാളാണ്, എങ്ങനത്തെ ഒരാളാണ്, എൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ്. ചിലപ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റും, ചിലപ്പോൾ നിങ്ങൾക്ക് യോജിക്കാനേ പറ്റില്ല. പണ്ടത്തെ വേണമെങ്കിൽ ഒരു തന്ത വൈബിലായിട്ടൊക്കെ പോയിന്ന് പറയാം. പറയുന്ന കുറച്ച് കാര്യങ്ങള് നല്ല വിഷമം ഉണ്ടാക്കാറുണ്ട്. ആ ഒരു ടൈമിലേക്ക് മാത്രം എനിക്ക് അത്ര വിഷമിച്ച് ഓവർ തിങ്ക് ചെയ്ത് അത് ആലോചിച്ച് അയ്യോ ഇനി ഞാൻ അവരുടെ വീഡിയോ ചെയ്യില്ല എന്നൊന്നും പറയേയില്ല. നെഗറ്റീവ്ലി ഫെയിം ആവണ്ട, നെഗറ്റീവ്ലി ഇതാവണ്ട. കാരണം നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന് ഞാൻ എന്താണെന്ന് അറിയാം. ഇപ്പൊ നിങ്ങൾ നെഗറ്റീവ് എന്ത് പറഞ്ഞാലും ആ ഫ്രണ്ട്സിന് ഞാൻ എന്താണെന്ന് അറിയുന്നുണ്ടാവും. നിങ്ങൾ കുറച്ച് പേർക്ക് എന്നെ എന്തായാലും അറിയില്ല. ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കണ്ട് ഓടിച്ചിട്ട് പോണ ഒരു ലുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുറച്ച് പേർക്ക് ഞാൻ ആരാന്ന് അറിയില്ല. പിന്നെ ഒരു വീഡിയോ കണ്ട് മാത്രം ഒരാളെ വിലയിരുത്തരുത്. അവിടെ ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ കൊണ്ട് മാത്രം ഒരാളെ നിങ്ങൾ വിലയിരുത്തരുത്. ജസ്റ്റ് അവർക്ക് പറയാനുള്ളത് എന്താ, അവരുടെ പെർസ്പെക്റ്റീവ് എന്താണെന്നും കൂടി ഒന്ന് ചിന്തിക്കുക. എന്നെക്കുറിച്ച് നെഗറ്റീവ് എന്തായാലും എനിക്കുണ്ട്. പക്ഷെ അത് നിങ്ങൾ വിചാരിച്ച നെഗറ്റീവുകളൊന്നും അല്ല ഉള്ളത്. അതെന്നെ ഇനി എൻ്റെ യഥാർത്ഥ നെഗറ്റീവ് അറിയണമെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെ ചോദിച്ചാൽ മതി. അവരെന്തായാലും പറഞ്ഞുതരും. ഇനി അവർ പറഞ്ഞില്ലെങ്കിലും അവർക്ക് വരെ ഞാൻ പറഞ്ഞു കൊടുക്കണ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എൻ്റെ നെഗറ്റീവ്സ്. അപ്പം അവരോട് ഇന്ന് ചോദിച്ചാൽ മതിയാവും. അല്ലാതെ നിങ്ങളായിട്ട് ഇന്ന് സ്വയം പ്രൊഡ്യൂസ് ചെയ്തുണ്ടാക്കല്ലേ എൻ്റെ നെഗറ്റീവ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇനി അറിഞ്ഞിട്ട് ഇനി നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തോളൂ. ഇനി അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഇപ്പം നിങ്ങൾ ഇനി ചിലപ്പോൾ ഈ വീഡിയോ കാണാത്തവരും ഉണ്ടാവും. അവരോട് ഞാൻ എങ്ങനെ ഈ വീഡിയോ അറിയിക്കുക? അപ്പോൾ നിങ്ങൾ അവരുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. ഓക്കെ, അവരെ അറിയട്ടെ ഞാൻ ഇങ്ങനെയാണെന്ന് അവരറിയട്ടെ. കാരണം അവരെന്നല്ലേ എന്നെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ അവർ തന്നെയാണ് പറയണത്. സോ ഞാൻ ഇങ്ങനെയാണെന്നും കൂടി അവരറിയട്ടെ. അതല്ലേ നല്ലത്.
ഒന്നെങ്കിൽ അവർക്ക് അവരുടെ ഈ പറച്ചിൽ നിർത്താൻ പറ്റും, അല്ലെങ്കിൽ ഈ എന്നെ കുറിച്ച് ഒട്ടും അറിയാത്ത നിങ്ങൾക്ക് എന്നെ കുറിച്ച് കുറച്ചെങ്കിലും അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. താങ്ക് യു. സപ്പോർട്ട് ചെയ്യുന്നവരെപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുക. ആ നെഗറ്റീവേ കേട്ടാലും ഒന്നും നോക്കണ്ട, കാരണം അത് ഇനി നമ്മൾ എന്ത് ചെയ്യാനാണെങ്കിലും കുറേ പേരുണ്ടാവും അങ്ങനെ നെഗറ്റീവ് പറയാൻ. അതുകൊണ്ട് ഞാൻ അത്ര ബോധർ ചെയ്യണില്ല. പക്ഷെ ആ നെഗറ്റീവ് കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ ഒരു വീഡിയോ ഇട്ടത്. സോ താങ്ക് യു. ഞാനങ്ങനെ ബ്ലോഗ് ചെയ്ത് പറയാത്ത ഒരാളാണ്, പക്ഷെ ഇനി തൊട്ട് ഞാൻ കുറേ ആക്റ്റീവ് ആകാൻ ശ്രമിക്കാം. അങ്ങനെ ഞാൻ ഓരോന്ന് പഠിച്ചു വരുന്നുള്ളൂ ഓരോന്നൊക്കെ. സോ എല്ലാവർക്കും ഒരു ബിഗ് ഹഗ് ഇത്രേ പറ്റുള്ളൂ, ക്യാമറയ്ക്ക് ഹഗ് കൊടുക്കാൻ. അപ്പോൾ ബൈ. പിന്നീടും അടുത്തടുത്ത് എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ബൈ, സി യു.